2001 മുതൽ പറവൂരിന് ഒറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വി.ഡി. സതീശനായിരുന്നു. ആ മുഖം ഇന്ന് കേരളത്തിന്റെ മുഖമായിരിക്കുന്നു. ഒരു തവണ തോറ്റ മണ്ഡലത്തിൽ നിന്ന് വിജയം പിടിച്ചെടുത്ത സതീശൻ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കോൺഗ്രസിലെ ഹരിത എം.എൽ.എമാരുടെ നേതൃത്വം ഏറ്റെടുത്തു. യുവാക്കളായ എം.എൽ.എമാരെയും എം.പിമാരെയും പാർട്ടിക്ക് സംഭാവന ചെയ്യുന്നതിൽ നിർണായക പങ്ക്. ഒടുവിൽ പിണറായി വിജയൻ തുടർഭരണം നേടിയപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി കോൺഗ്രസ് നേതൃത്വം സതീശനെ ചുമതലയേൽപ്പിച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ അന്ന് വിമർശനമുയർന്നെങ്കിലും ആ തീരുമാനം 100% ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയാണ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദമായി പഠിച്ചു തന്നെയാണ് സതീശൻ ഓരോ പ്രതികരണങ്ങളും നടത്തിയത്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുമായി ബന്ധം പുലർത്തി. സഭയ്ക്ക് അകത്തും പുറത്തും ഭരണപക്ഷ നേതൃത്വത്തെ ചോദ്യമുനയിൽ നിർത്താൻ വി.ഡി. സതീശന് കഴിഞ്ഞു. 4 തട്ടിലായിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയെ മാത്രമല്ല, പല വഴിക്കൊഴുകിയിരുന്ന UDF-നെയും ഒറ്റക്കെട്ടായി ചേർത്തു നിർത്തി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ടീം UDF എന്ന നിലയിൽ കെട്ടുറപ്പുള്ള സംവിധാനം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. തകർന്നുപോയ ജനവിശ്വാസം 5 വർഷം കൊണ്ട് തിരിച്ചുപിടിച്ചു. മതസാമുദായിക നേതൃത്വത്തിന് കീഴടങ്ങിയിരുന്ന UDF സംവിധാനത്തെ അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിച്ച് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചതും സതീശനാണ്. കണക്കുകൾ പറഞ്ഞു തന്നെയായിരുന്നു സതീശൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. ഓരോ ഫലം വരുമ്പോഴും അത് കൃത്യമായി എന്നുള്ളതാണ് പ്രധാനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് സതീശൻ പറഞ്ഞു. അന്ന് വി.ഡി. സതീശനെ പരിഹസിച്ചവർ നിരവധിയാണ്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ഫലം വന്നപ്പോൾ സതീശന്റെ വാക്കുകളെല്ലാം യാഥാർത്ഥ്യമായി. പറവൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നേരിയ കുറവ് സംഭവിച്ചുവെന്ന് മാത്രമാണ് എതിരാളികൾക്ക് ആകെ പറയാനുണ്ടാവുക. E.T. ടൈസൺ മാസ്റ്റർ ഇറക്കിയിട്ടും 20,000-ന് മുകളിൽ നിന്നു ഭൂരിപക്ഷം. ഇനിയൊരു കാത്തിരിപ്പാണ്. പട നയിച്ചവൻ നാട് നയിക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പ്. കെ പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി.